ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയേക്കാൾ മുൻപിൽ ബംഗ്ലാദേശിലെ സന്തോഷം സഹിക്കാൻ വയ്യാതെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തി. UK പോകും വരെ അവർ ഇന്ത്യയിൽ തുടരും. ആരായിരുന്നു ഷെയ്ഖ് ഹസീന? ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാവായ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകൾ. മുജീബുർ റഹ്മാൻ ഓഗസ്റ്റ് 15, 1975 സൈന്യത്താൽ കൊല്ലപ്പെട്ടിരുന്നു. മുജീബുർ റഹ്മാൻ്റെ കൊലപാതകം ബംഗ്ലാദേശിലുടനീളം ഞെട്ടലുണ്ടാക്കി. രാജ്യത്തെ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിലേക്കും സൈനിക ഭരണത്തിലേക്കും തള്ളിവിട്ടു. അന്ന് ഇന്ത്യയായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്കും ഭർത്താവിനും സഹായഹസ്തം നീട്ടിയത്. ഇന്ദിരാഗാന്ധിയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. കാലങ്ങൾക്കിപ്പുറം 15 വർഷമായി ബംഗ്ലാദേശ് ഉരുക്കുമുഷ്ടിയുമായി ഭരിച്ച 76-കാരിയായ ഷെയ്ഖ് ഹസീന വൻ പ്രതിഷേധത്തെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഇത് തുടക്കത്തിൽ ഒരു തൊഴിൽ ക്വാട്ട പദ്ധതിക്കെതിരായ പ്രക്ഷോഭമായി ആരംഭിച്ചെങ്കിലും ആഴ്ചകൾക്ക് ശേഷം അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ബഹുജന പ്രസ്ഥാനമായി മാറുകയായിരുന്നു. ഹസീനയുടെ ഈ പുറത്താകൽ ഇന്ത്യ എങ്ങനെ വിലയിരുത്തണം? ഈ സംഭവം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? പ്രതികൂലമായി മാത്രമേ ബാധിക്കൂ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഹസീനയുടെ പുറത്താകൽ ഇന്ത്യക്ക് വൻ തിരിച്ചടിയാവും. ഷെയ്ഖ് ഹസീന വെറും ഒരു സഖ്യകക്ഷി മാത്രമായിരുന്നില്ല, പക്ഷേ ഇന്ത്യയുടെ ബംഗ്ലാദേശ് പോളിസിയുടെ പ്രധാന വക്താവ് കൂടിയായിരുന്നു ഹസീന. ഇന്ത്യക്ക് നേരിടേണ്ടി വന്നിരുന്ന കലാപകാരികളെ, അതായത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ ഉള്ള ഇന്ത്യ വിരുദ്ധ കലാപകാരികളെ ആ ബോർഡറിൽ നിന്ന് തുരത്താൻ ഹസീനയ്ക്ക് സാധിച്ചിരുന്നു. ഇനി അതുണ്ടാവില്ല. അടുത്തത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളാണ്. പ്രതിപക്ഷ പാർട്ടികൾക്കും പട്ടാളവും എത്ര കണ്ട് അവിടുത്തെ ന്യൂനപക്ഷത്തെ ഉൾക്കൊള്ളും എന്ന് കണ്ടറിയണം. ഇന്ത്യൻ ആർമി ബംഗ്ലാദേശ് എന്ന രാജ്യം ഉണ്ടാക്കാൻ കാരണമായവരാണ്. ഇതിനു മുമ്പ് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നല്ലോ ബംഗ്ലാദേശ് എന്ന രാജ്യം. എന്നാൽ ചരിത്രം മറന്നുകൊണ്ട് ഇന്നത്തെ ബംഗ്ലാദേശികൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേപ്പറ്റി ഈ ചാനലിൽ ഒരു വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശിലെ പ്രതിപക്ഷം ആരാണ് എന്ന് നമുക്ക് നോക്കാം. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും. ഇവർ അധികാരത്തിൽ വന്നാൽ അത് ഇന്ത്യക്ക് നല്ല വാർത്ത ആവില്ല. നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം ആഹ്വാനം ചെയ്തത് ഈ BNP ആണ്. BNP എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഇതേ BNP പാർട്ടി അധികാരത്തിൽ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? കൂട്ടിന് ജമാഅത്തെ ഇസ്ലാമിയും. ഇന്ത്യ കരുതലോടെ നീങ്ങേണ്ടിയിരിക്കുന്നു. കാരണം 1975 ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കാൻ ഇന്ത്യയെ ഉണ്ടായിരുന്നുള്ളൂ. 2024 ഇന്ത്യയുണ്ട്. ഭാരതീയർക്ക് അങ്ങനെ ചെന്ന് അഭയം പ്രാപിക്കാൻ പറ്റിയ അയൽക്കാരെ, വിശ്വസ്തരായ അയൽക്കാരെ ഞാൻ കാണുന്നില്ല. നമുക്ക് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് നമ്മളും. ജയ് ഹിന്ദ്.